അയ്യോ തെറ്റിക്കില്ലേ, കുടുംബത്ത് ഞിഞ്ചിഞ്ചിഞ്ചായി കുടുംബം നശിക്കും. ഓ അതാണാ പറഞ്ഞു. അതല്ലേ അങ്ങനെ അല്ലടേ, ഇവള് രാവിലെ ശാന്തയും വൈകുന്നേരം കോപക്കാരിയാണ്. കിരീട്ടൻ അറിയുവോ എന്തോന്ന്? രാവിലെ ശാന്തയുടെ കൂടെയും വൈകുന്നേരം ഏതോ ഗോവക്കാരിയുടെ കൂടെയും. എടാ അവള് രാവിലെ ശാന്ത സ്വഭാവം, വൈകുന്നേരം കോപമാണ്, ദേഷ്യം മാത്രമല്ല വാശിയും കൂടെ ഉണ്ട്. വാശിയുണ്ടോ? ഭയങ്കര വാശിയാ. എന്ത് വാശിയാ? ഞാനും ഇവളും കൂടി ബെഡ്റൂമിൽ കട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. നമ്മളെ കുഞ്ഞ് ഇടയിൽ വന്ന് കയറി കിടന്നു. ഇവള് ഈ വാശിക്ക് 4 ദിവസമാണ് ആ കൊച്ചിന്റെ തൊട്ടിൽ കയറി കിടന്നത്. അത്രയ്ക്ക് വാശിയല്ലേ? ആണോ? പിന്നെ പെണ്ണും പിള്ളേ അങ്ങനെ വിളിച്ച വരത്തില്ല. അവള് ഞാൻ പറഞ്ഞല്ലോ, എന്റെ നമ്പർ കയ്യിലുണ്ടോ? പിന്നെ ആ നമ്പറിലല്ലേ വിളിച്ചത്? ഒന്ന് വിളിച്ചു നോക്ക്. 1 മിനിറ്റ് വിളി. കാണാം. ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങള് സുശീല. ഏതാണ് നീ? ആരാണ് സുശീല? നീ ഇതാണ് സുശീല. സുശീല അല്ല, സുശീൽ കുമാർ. ഇതാണ് നേരത്തെ വിളിച്ചത് പുള്ളി. ഹലോ 10,000 പറഞ്ഞു. പടത്തിന് മേലെ ഞാനൊരു കുതിരയെ പോലെ പായും. ബാബുവിനെ ഫീർ ചെയ്യാൻ പറഞ്ഞു. ആ കുതിര ഞാൻ ഈ കാലം അടിച്ചോടിച്ച് ഇന്ന് കളയും. നീ ഇതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് എന്റെ കുടുംബം. പെങ്ങളെ, ഞാൻ നമ്പര് മാറി വിളിച്ചതാണ്. അങ്ങനെ വന്ന ഈ സഹോദരൻ ഒരു പാവമാണ്. ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞാണ്, ഇയാളെ അല്ല ആണെന്ന്. സത്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ, ഈ പുള്ളിക്ക് നമ്പർ മാറി ഇവിടെ കോൾ വന്നതാണ്. പാവം പിടിച്ചവനാണ് നിങ്ങൾ. അത് ഇവിടത്തെ കൊച്ചല്ല, നിങ്ങൾ സ്നേഹിക്കൂ. അതെ ചേട്ടാ തെറ്റിപ്പോയി. അയ്യോ എന്നാലും അല്ല, പിന്നെ കൊച്ചെന്ന് പറഞ്ഞ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ആ സ്കൂളിന്റെ അവിടെ ഇല്ലേ, അവിടുത്തെ ഒരു കുട്ടിയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു 2 നില വീടുണ്ടല്ലോ, ആ പനേരക്കട താഴെ, ആ വീട്ടിലെ കൊച്ച്. സ്കൂളിൽ പഠിച്ചാണ് 10ാം ക്ലാസ് വരെ പൊരിഞ്ഞ പ്രേമൊന്നും നടന്നില്ല. വെറുതെ അല്ല, നമ്പർ എടുത്ത് നിങ്ങളുടെ ഗിരി എന്നുള്ള പേരും പറഞ്ഞ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. എന്നാലും ചേട്ടാ നിങ്ങൾ ഈ ചതി എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് മതിയായി. ഇത് KTV ആണ്, നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. വന്നേ കിരീട്ടന്റെ സെറ്റപ്പ് ഏതാണ്? ചഞ്ചൽ. എടാ നീ എന്റെ കുടുംബം തൊലയ്ക്കാൻ വന്നതാണ്. എന്താണ്? എടാ നീ ഇതൊരു ചെറിയൊരു വാക്കിൽ തീർക്കാനുള്ളത് ഇപ്പൊ ഡിവോഴ്സിൽ കൊണ്ടുവച്ചാലടാ. 10,000 രൂപ ഞാൻ മാറ്റി പറഞ്ഞില്ലേ. 10,000. എടാ ഇതിനെ എങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ? വിളിക്കൂ, പെണ്ണുമ്പളെ വിളിക്കൂ. ദൈവമേ വിളിക്കൂ. ഇതേ വഴിയുള്ളൂ, വേറെ വരൂല. ഹലോ, ആരാടി നീ? സുശീൽ കുമാർ. കട്ടി ചെയ്യുവാനാണ് നിന്നെ ഇങ്ങോട്ട് ഇല്ലല്ലോ. ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. അതായത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോ തിക്കട വിട്ടുപോയത്. സ്കൂളിന്റെ അവിടെ നിന്ന് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. സത്യം പറഞ്ഞ ഞാൻ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് കോട്ടയത്ത് ഒരു കൊച്ചിനെയാണ് ഞാൻ തട്ടിക്കൊണ്ട് വന്നത്. ഈ മനുഷ്യൻ പാവം 10,000 രൂപ. സത്യം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ സംശയമാണ് ഇതിന് മൊത്തം കാരണം കേട്ടോ. കോട്ടയത്ത് ഒരു ചായക്കട എപ്പോഴും പഠിക്കുമോ? കോട്ടയത്ത് വേറെ പെണ്ണില് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ നീ തട്ടിക്കൊണ്ടുപോയി ആരെങ്കിലും? തട്ടിക്കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫോട്ടോ. അയ്യോ അതേ കണ്ണ്, അതുപോലത്തെ മൂക്ക്, ഈ പല്ലിന്റെ വീട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ കൊച്ചന്നെ. അതാണ് കോട്ടയത്തെ കൊച്ചപ്പ്. കറക്റ്റായി ഞാൻ പറഞ്ഞു. എനിക്ക് മതിയായി, എനിക്ക് മടുത്ത്. ഞാൻ എന്റെ തുണിയൊക്കെ എടുത്ത് ഞാൻ പോകും. ഗിരിയേട്ടൻ എന്താ ഗിരിയേട്ടന്റെ സെറ്റപ്പ്? എന്ത് സെറ്റപ്പ്? കോട്ടയത്ത് എന്താണ് ഗിരിയേട്ട സെറ്റപ്പ്? കോട്ടയത്ത് നിന്റെ എന്റെ വായിരിക്കണ കേക്കരുത്. ഇത് എന്താണ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്? ഇതിപ്പോ കുരുവായല്ലേ കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ. അവളിപ്പോ ചാവോന്നും പറഞ്ഞു പോയി. നിനക്കറിയാവോ? ഒന്നുകൂടി വിളിക്കാം. വിളി അല്ലെങ്കിൽ അത് വിളിച്ചിട്ട് വാ. ഹലോ, വീണ്ടും സുശീൽ. എടി ഇതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി ക്ലിയർ ചെയ്തിട്ട് നീ പോയാ. ഞാൻ പറയാം. സഹോദരി 3 തവണ തെറ്റിയതാണ്. കോട്ടയത്തല്ല, മദ്രാസിലൊരു കൊച്ചിനെയാണ് തട്ടിക്കൊണ്ടുവരുന്നത്. ഇയാള് പാവം. ഇല്ലേ നീ വന്നേ. ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? മദ്രാസ്. നീ വാ, മാറിയില്ലേ? എടി ഇത് എന്റെ കൊച്ചല്ല.
ഇതെന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ എവിടെ നിന്ന് ഒപ്പിച്ചും കൊണ്ട് ഇവൻ വന്നിരിക്കുക. അതെങ്ങനെ? ഇത് നോക്കി നോക്കിയേ, ഇതെന്റെ കൊച്ചല്ല, ഇത് എന്റെ ചെറുതിലല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഫോട്ടോയാണ്. അതല്ലാതെ ഇവൻ പറയും പോലെ അങ്ങനെ ഒരു സംഭവമില്ല. നീ എവിടത്തെ കിഡ്നാപ്പറാണ്? നീ ഇതൊന്ന് ക്ലിയർ ചെയ്യടാ, ഇത് ഞാനല്ല പറഞ്ഞ് മനസ്സിലാക്കി. ചേട്ടന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഞാൻ വാട്സാപ്പിലെ പ്രൊഫൈൽ ഇല്ലേ, അത് എയിലിട്ട് ചെറുതാക്കിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ ഉടായ്പകൾ കള്ളത്തരം കാണിച്ച ദൈവം എന്റെ ചേട്ടന് പാവം, ഞാൻ സംശയിച്ചു എപ്പോഴെങ്കിലും നിനക്ക് ഏകദേശം മനസ്സിലായല്ലോ. നീ ആരെന്നാ പറഞ്ഞത്? കിഡ്നാപ്പർ. നീ കിഡ്നാപ്പർ അല്ല, വെറും ക്നാപ്പർ. അടിപൊളി അടിപൊളി.